ഈ സത്യധർമ്മങ്ങളെയൊക്കെ ഇളക്കിക്കൊണ്ട് മറ്റൊരു തലത്തിലേക്ക് ജീവനെ പരിണമിപ്പിക്കുന്ന ഒരു രഹസ്യമാണ് ഇതിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്നത്. അത് ഗുരുക്കന്മാർ ഗുരുശിഷ്യ ബന്ധത്തിലൂടെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ധർമ്മത്തെയും കർമ്മഗതികളെയും ഇളക്കുന്ന ഈ ഒരു പ്രോസസ്സ് മനസ്സിലാക്കാത്ത ശിഷ്യ സമൂഹം ഈ ധർമ്മത്തെ ഇങ്ങനെ പാലിച്ചുകൊണ്ട് ഇങ്ങനെ ഉറക്കം തൂങ്ങിയ പോലത്തെ ഒരു ജീവിതചര്യ, അതായത് മത സ്വഭാവത്തിലെ ആചാര്യന്മാരുടെയൊക്കെ കാലശേഷം ഇങ്ങനെ പോകുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതുപോലെ പോകാൻ തുടങ്ങുമ്പോൾ അവർ ധർമ്മവും സത്യവും നീതി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനത്തെ സത്യധർമ്മ നീതികൾ പാലിക്കുകയല്ല, ജീവനെ മുക്തിപ്പെടുത്തുന്ന ഒരു ഗുരുമാർഗം എന്താണ്, അതിൻ്റെ വഴി എന്താണെന്ന് മനസ്സിലാക്കാത്തവർ ഈ ഗുരു അപ്പോൾ അറിയിക്കുന്ന വാക്കുകൾ ഇത് ഒരു വ്യക്തി ഇപ്പോൾ ശിഷ്യപൂജിതയൊക്കെ ഒരു വ്യക്തിയായിട്ട് കണ്ട് ആ വ്യക്തിയുടെ സ്വാർത്ഥതയാണോ വ്യക്തിയുടെ പേഴ്സണൽ ഇൻറ്റൻഷനാണോ എന്നൊക്കെ ചിന്തിച്ച്, അല്ലെങ്കിൽ വ്യക്തി അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തിപരമായിട്ടുള്ള ആശയവിനിമയമൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ തെറ്റിക്കാൻ തുടങ്ങി. അപ്പോൾ പലരും ഈ ഒറ്റക്കെട്ടായിരിക്കണമെന്നാണ് ഗുരു പറഞ്ഞത്. എല്ലാവരും ആ ഒറ്റക്കെട്ടാവുന്ന സ്വഭാവം മാറി പലരും പല രീതിയിലൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ അത് സത്യം പറഞ്ഞ ആശ്രമത്തിൻ്റെ എന്നേക്കുമായി നാശപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ആ സാഹചര്യത്തിൽ ശിഷ്യപൂജിത ആശ്രമം വിട്ടുപോവുകയും ചന്ദ്രൂർ പോവുകയും അങ്ങനെ അവിടെ നിന്നുകൊണ്ട് പിന്നെ അവരെ അനുനയിപ്പിച്ച് കൊണ്ടുവരുന്നതും. അപ്പോൾ ആ സമയത്തൊക്കെ ശിഷ്യപൂജിതയ്ക്ക് ഈ ഗുരുപ്രകാശത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ഗുരുവിൻ്റെ ദർശന സ്വഭാവത്തിൽ കിട്ടുന്ന അറിയിപ്പിനനുസരിച്ചാണ് പ്രവർത്തിച്ചിരുന്നതെങ്കിൽ പിന്നീട് പിൽക്കാലത്ത് തിരിച്ചു വരുമ്പോൾ ഗുരുവിൻ്റെ അവസ്ഥാപൂർത്തീകരണം, അതായത് ശിഷ്യപൂജിതയുടെ അവസ്ഥാപൂർത്തീകരണം സംഭവിക്കുകയും ഗുരുബോധവുമായി ശിഷ്യപൂജിതയുടെ ജീവബോധം ഒന്നായി ചേർന്ന് ആ ഒരു പരമബോധത്തിൽ വിരാജിച്ച് ആ ഗുരുപ്രകാശം നേരിട്ട് ഭരിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് പരിണമിച്ചപ്പോൾ ഈ പഴയ സന്യാസ സ്വഭാവത്തിലുള്ള പഴയ നമ്മുടെ ആ ഭരണരംഗത്തൊക്കെ ഉള്ള പ്രവർത്തിക്കുന്നവർക്ക് വീണ്ടും ഇത് അംഗീകരിക്കാനും ഈ ഗുരുവാക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ വിമുഖതയും ഓരോരുത്തരും ഓരോ രീതിയിലൊക്കെ ചിന്തിക്കാനും പറയാനും സംശയിക്കാനും ഒക്കെ തുടങ്ങിയ സാഹചര്യത്തിലാണ് സത്യം പറഞ്ഞാൽ ഈ കാര്യം ഇങ്ങനെ ഈ 4 പേര് വെച്ച് ഭരിക്കുന്നതും ഗുരു നേരത്തെ ചർച്ച ചെയ്തതും ഇതൊന്നും നടക്കില്ല. ഈ പഴയ അന്നത്തെ നിലനിൽക്കുന്ന ടോപ്പായിട്ടുള്ള ഗൃഹസ്ഥാശ്രമികളാവട്ടെ സന്യാസിമാരാവട്ടെ അതിലുള്ള ഒരു ഭൂരിഭാഗം കുറേ പേര് കറക്റ്റായിട്ട് ശരിയായിട്ട് തന്നെ വന്നു. എന്നാൽ ഒരു നല്ല വിഭാഗം പഴയ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം, അവരെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല, അവർ പല കാര്യങ്ങളും മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ജ്ഞാന സ്വഭാവത്തിൽ ബോധം തെളിയാത്തതുകൊണ്ട് ശരി ഏത് തെറ്റേതെന്ന് തിരിച്ചറിയാൻ വയ്യാത്തൊരു സാഹചര്യത്തിൽ അവർക്ക് സംഭവിച്ചു പോയതാണ്. അപ്പോൾ എന്തു പറ്റി? അപ്പം പിന്നെ ഗുരുവിനെ അന്ന് ചർച്ച ചെയ്ത് അതെല്ലാം മാറ്റേണ്ടി വന്ന സാഹചര്യം അതാണ്. അതായത് ഗുരുവിൻ്റെ ദേഹവിയോഗത്തിന് ശേഷം ഒരു 2-3 വർഷത്തിൻ്റെ ആ ഒരു സാഹചര്യത്തിൽ ഈ ഗുരു ശരീരം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ഗുരു വ്യാകുലപ്പെട്ട ആ സിറ്റുവേഷൻ അന്നേരം ഉണ്ടായി. പഴയ ആ ശിഷ്യ സമൂഹത്തിൽ നിന്ന് ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ഗുരു ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും നിങ്ങൾ എന്ന് ഗുരു വ്യാകുലപ്പെട്ട സിറ്റുവേഷൻ എക്സാക്ട്ലി ഉണ്ടാവുകയും അവസാനം ഗുരു നിർദ്ദേശപ്രകാരം ഇത് നടക്കില്ല എന്ന് കണ്ടതോടുകൂടി ഗുരു പുതിയ വാക്ക്, അതായത് പുതിയ തലമുറയെ ഏൽപ്പിക്കാൻ, അത് ഗുരു നിർദ്ദേശപ്രകാരമാണ്, പുതിയ തലമുറയെ സെലക്ട് ചെയ്തു.